38 മനുഷ്യന്മാർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അത്രമാത്രം വലിയ ഒരു നിലവിലെ സമീപ കാലഘട്ടത്തിൽ രാജ്യം കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ട് മാറുകയാണ്, ആൾക്കൂട്ട ദുരന്തമായി മാറുകയാണ് കുന്നൂരിൽ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കരൂരിലുണ്ടായിരിക്കുന്ന ഈ സംഭവം കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീധരൻ, സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്നത് വിജയുടെ ധാർമ്മികതയാണ്. വിജയ് എന്നുള്ള നടനെ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് വിജയ് വരുന്ന സമയത്ത് വിജയിയെ ചേർത്ത് വായിച്ചത് രജനീകാന്തിനോടോ കമൽഹാസനോടോ ഒന്നും അല്ല, MGRനോടും ആ തരത്തിലൊക്കെയാണ് വിജയെ ചേർത്ത് വായിക്കുകയും അങ്ങനെയുള്ള ഇടപെടൽ ഒരുപക്ഷെ വിജയ്ക്ക് ഉണ്ടാക്കാനാകുമോ എന്നുള്ള ചോദ്യം ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ഉയർത്തുന്നൊരു പശ്ചാത്തലമുണ്ട്. അവിടെ നിന്നാണ് വിജയ് ബാക്കിയൊക്കെ സിനിമയിൽ കണ്ടതൊക്കെ സിനിമയിൽ മാത്രമാണ്, രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗിക ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയായിരിക്കും. അവിടെയും അദ്ദേഹം വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വെള്ളമൊക്കെ ആളുകൾക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവൻ സേഫ് ആക്കുകയാണ് ചെയ്തത്. അക്ഷയ, ഇതിൽ രണ്ട് വശത്തിൽ നമുക്ക് ഇതിനെ കാണാം എന്നെനിക്ക് തോന്നുന്നു. അതായത് വിജയുടെ ഭാഗത്ത് നിന്ന് നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം ഒരുപാട് ഉണ്ടായിരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പറയുമ്പോൾ തന്നെ വിജയ് അവിടെ തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്ഥിതി ഒന്നുകൂടി വഷളായേനെ. അതായത് ഈ ദുരന്തം നടന്ന സ്ഥലത്ത് വിജയ് തുടർന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് വിജയ് ആദ്യം എത്തിയിരുന്നെങ്കിൽ സ്ഥിതി ഒന്നുകൂടി വഷളായേനെ എന്നുള്ള ഒരു വശം കൂടി അവിടെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ദുരന്തത്തിന് ഉത്തരവാദി TVK മാത്രമാണോ വിജയ് മാത്രമാണോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി അവിടെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് വിജയ് എത്രത്തോളം കുറ്റക്കാരനാണോ അല്ലെങ്കിൽ വിജയുടെ ഭാഗത്ത് എത്രത്തോളം നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടുണ്ടോ അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്നും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് 10,000 പേർക്കുള്ള റാലിക്കുള്ള അനുമതിയാണ് നൽകിയിരുന്നു എന്ന് പോലീസ് പറയുന്നു. പക്ഷേ വിജയെപ്പോലുള്ള ഒരു താരം വരുമ്പോൾ, ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ അത് ഈ 10,000 പേരിൽ ഒതുങ്ങുമോ എന്നുള്ള ഒരു ചിന്ത പോലീസിന് ഉണ്ടാകേണ്ടിയിരുന്നു. പ്രത്യേകിച്ച് ഇത് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടിയാണ്. അപ്പോൾ പോലീസിന് സ്പെഷ്യൽ ബ്രാഞ്ച് വഴിക്ക്, ഇന്റലിജൻസ് സംവിധാനം വഴിക്കൊക്കെ കൃത്യമായിട്ട് തന്നെ എത്രത്തോളം ആളുകൾ ഇതിലേക്ക് എത്തും എന്നുള്ളത് കൃത്യമായിട്ട് പോലീസിന് അന്വേഷിച്ച് അറിയാൻ പറ്റും. അതുകൊണ്ട് പോലീസ് അതിന് വേണ്ട മുൻകരുതൽ അവിടെ എടുക്കണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് കഴിഞ്ഞ സമ്മേളനങ്ങളൊക്കെ എടുത്താൽ, അതായത് ട്രിച്ചിയിലെ സമ്മേളനം തന്നെ ഒരു ഉദാഹരണമായി എടുത്താൽ, ട്രിച്ചി എയർപോർട്ടിൽ നിന്ന് സമ്മേളനം നടക്കുന്ന ആ നിശ്ചയിച്ച സ്ഥലത്തേക്ക് വിജയ്ക്ക്, അതായത് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ആ സമ്മേളന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ പര്യടന സ്ഥലത്തേക്ക് വിജയ്ക്ക് എത്താൻ കഴിഞ്ഞത് മണിക്കൂറുകളെടുത്താണ്, 6-7 മണിക്കൂറുകളെടുത്താണ്. അത്രയും ജനബാഹുല്യം ഈ വിജയുടെ പരിപാടിക്ക് വന്നിരുന്നു, അന്നത്ര വന്നിരുന്നു. അതിനുശേഷം നടന്ന അതൊക്കെ ഈ പരിപാടികളെല്ലാം നടക്കുന്നത് ഒരേ ബെൽറ്റിലാണ്, കൊങ്കുനാട് ബെൽറ്റിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അത്രയും ആളുകൾ അവിടേക്ക് വന്നപ്പോൾ പോലീസ് എന്തുകൊണ്ട് അതിനുവേണ്ട മുൻകരുതൽ എടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതായത് വിജയ് എത്രത്തോളം കുറ്റക്കാരനാണോ അതുപോലെ തന്നെ പോലീസും ഈ വിഷയത്തിൽ അനാസ്ഥ കാണിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഈ ചോദ്യങ്ങളിൽ പലതും പോലീസിന് നേരെ ചോദ്യശരങ്ങൾ പലതും, ചോദ്യമുനകൾ പലതും നീളുന്നത് പോലീസിന്റെ നേർക്കുകൂടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും സർക്കാർ ഈ ദുരന്തത്തിന് ശേഷം കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. പക്ഷേ ഈ വിജയെ പൂർണ്ണമായിട്ടൊരു വില്ലൻ പരിവേഷത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സീമാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ വിജയെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് സർക്കാർ സംവിധാനത്തിലെ, പോലീസ് സംവിധാനത്തിലെ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിജയ് മാത്രമാണോ ഇതിന് കുറ്റക്കാരൻ എന്നുള്ളത് എടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണെന്നാണ് പിഴവുകളുണ്ട്. അപ്പോഴും വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പിഴവുകൾ അത് മാറ്റിവെക്കാനാകില്ല. അതല്ലെങ്കിൽ അതവിടെ ഒരു തരത്തിലും നികത്തപ്പെടുന്നില്ല. പോലീസിനെ ചൂണ്ടിക്കാണിച്ച് അതിന്റെ വിമർശനം ഉന്നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അതിൽ മറുപടി പറയേണ്ടി വരും. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ മറുപടി പറയേണ്ടി വരും. ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പോരായ്മയൊക്കെ ചോദ്യം ചെയ്യപ്പെടും. പക്ഷെ അപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് വിജയോടുള്ള ആളുകൾ കാണിച്ചിട്ടുള്ള സ്നേഹത്തിന് അദ്ദേഹം പകരം നൽകിയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടും. അതിന് നേരെയുള്ള വിമർശനം ഉയരുകയും ചെയ്യും, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് വിജയ് കാരണക്കാരനായി എന്ന് നമുക്ക് ഒരിക്കലും പറയാനാവില്ല. അതായത് ഇത്രയും ആളുകൾ അവിടെ വരും എന്നുള്ളത് ഉറപ്പായിരുന്നു. പോലീസ് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കണമായിരുന്നു. TVK നേതൃത്വം, അതായത് ഈ പരിപാടി ആസൂത്രണം ചെയ്ത കരൂരിലെ TVK നേതൃത്വം ഈ കാര്യത്തിൽ കൃത്യമായിട്ട് മുൻകരുതൽ എടുക്കണമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
പക്ഷേ വിജയ് വിമർശിക്കപ്പെടുന്നത് ഈ പരിപാടിക്ക് ശേഷം വിജയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണങ്ങളാണ്. പലതവണ മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം ചോദിച്ചു. വിജയ് യാതൊന്നും പറയാതെ മൗനം അവലംബിച്ചുകൊണ്ട് അവിടുന്ന് പോയി. ഒരുപക്ഷെ നേരത്തെ ഡോക്ടർ പ്രസാദ് പറഞ്ഞ പോലെ തന്നെ വിജയ് ചെന്നൈക്ക് പോകാതെ അവിടെ തന്നെ എവിടെയും ആ പ്രദേശത്ത് തന്നെ തുടർന്നിരുന്നെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് ഈ ആശുപത്രിയിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ദുരന്ത സ്ഥലത്തേക്ക് എത്തുകയോ രക്ഷാപ്രവർത്തനം നേരിട്ടിടണമോ എന്നല്ല, പക്ഷേ ചെന്നൈയിലേക്ക് അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം ഒളിച്ചോടുകയാണ്, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്നുള്ള ഒരു ഫീല് സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് വിജയ്ക്ക് ദോഷം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് വലിയ സുരക്ഷയിലാണ് അദ്ദേഹം ട്രിച്ചി ഈ വിമാനത്താവളത്തിലേക്ക് പോകുന്നത്, അവിടുന്ന് ചെന്നൈയിലേക്ക് എത്തുന്നത്. ചെന്നൈയിൽ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് എത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം വീട്ടിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി എന്നുള്ള ഒരു വികാരം സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുണ്ടാവും. അദ്ദേഹത്തെ കാണാനാണ് ജനങ്ങൾ അവിടെ എത്തിയത്, അദ്ദേഹത്തെ കേൾക്കാനാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ അവരോട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ തിരിച്ചുള്ള ഒരു കടപ്പാടോ സ്നേഹമോ അതെന്തോ ആവട്ടെ അത് വിജയ് കാണിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്ന ഒരു വികാരം. ഏതായാലും ഈ വിഷയത്തിൽ നിലവിൽ ഈ പരിപാടിയുടെ സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇത് വിജയ്ക്കെതിരെ ഇനി കേസെടുക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഒരുപക്ഷെ അതിനുള്ള സാധ്യത വളരെ അധികമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുതിയ ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. കൂടുതൽ മെഡിക്കൽ ടീമുകൾ കരൂരിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നുള്ള പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. 20 ടീമുകളെയാണ് അധികമായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. ഈ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായിട്ട് ചില ആളുകളെ മധുരൈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആവശ്യമുണ്ടെങ്കിൽ മികച്ച ചികിത്സയ്ക്ക് വേണ്ടി ചെന്നൈയിലേക്കോ മധുരയിലേക്കോ മാറ്റാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായിട്ട് ചില ആളുകളെ മധുരൈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. 10-ലധികം ആളുകളുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട്. 38 ആളുകളാണ് ഇതുവരെ മരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി 10 പേർ കൂടി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ 46 പേരാണ് ആകെ ചികിത്സയിലുള്ളത്. അവരുടെ നിലയിൽ ചില ആളുകളുടെ അതായത് അതിൽ 10 പേരുടെ നിലയിലാണ് അതീവ ഗുരുതരാവസ്ഥയിലുള്ളത്. മറ്റുള്ള ആളുകളുടെ അത്ര പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കൂടുതൽ മെഡിക്കൽ ടീമുകൾ വരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി വിദഗ്ധ ചികിത്സ വേണ്ട ആളുകളെ മധുരയിലേക്കും ചെന്നൈയിലേക്കും മാറ്റാനുള്ള തീരുമാനം വരുന്നു. ഇങ്ങനെ ചില അപ്ഡേറ്റുകൾ കൂടി ഈ നിമിഷത്തിൽ വരുന്നുണ്ട്. ഏതായാലും 38 പേരുടെ മരണം ഉണ്ടായി എന്നുള്ളത് വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 51 ആളുകളാണ് ആകെ ചികിത്സയിലുള്ളത്.